സി ഇതിനകത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുഞ്ഞികൃഷ്ണൻ ഈ വിവാദം തുടങ്ങിയിട്ട് ഒരു 4-5 വർഷങ്ങളായിട്ട് ഈ വിവാദങ്ങൾ പരസ്യവേദി പൊതുവേദികളിൽ ഇപ്പം ആകസ്മികമായിട്ട് ഏഷ്യാനെറ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് വന്നിരുന്നുണ്ട്. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞെന്നും അത് വളരെ സതുദ്ദേശപരമായെന്നും അല്ലെങ്കിൽ പാർട്ടിയെ തിരുത്താൻ വേണ്ടിയാണെന്നും അല്ലെങ്കിൽ ഇതിനകത്ത് അദ്ദേഹത്തിന് നീതി ലഭിക്കാത്തതുകൊണ്ട് കണക്ക് അവതരിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകളാണ് ഉള്ള കാര്യമാണ്. ഇതിനകത്ത് പ്രധാനമായിട്ടും ചില വിഷയങ്ങളാണ്. ഇതിനകത്ത് വ്യക്തിവിരോധം തന്നെയാണ് കാര്യം. ഇദ്ദേഹത്തിന് ഈ മധുസൂദനെതിരെയുള്ള വ്യക്തിവിരോധം, ഇദ്ദേഹം ഏരിയ സെക്രട്ടറി ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ KP മധുവിന് അച്ചടക്കം നടപടി എടുക്കുമ്പോഴാണ് ഇദ്ദേഹം ഏരിയ സെക്രട്ടറി ആവുന്നത്. ഈ പറഞ്ഞ കണക്കിൽ 5 പതിറ്റാണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമൊന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹം ഒരു പ്രധാനമായിട്ടും അദ്ദേഹം ഒരു കോപ്പറേറ്റീവ് ബാങ്കിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അതിനുശേഷം റിട്ടയർമെൻറ്റിന് ശേഷമാണ് പാർട്ടിയിലേക്ക് വരുന്നത്. പാർട്ടിയിലെ ബ്രാഞ്ച് സെക്രട്ടറി ആവുകയും ബ്രാഞ്ച് സെക്രട്ടറിയിൽ നിന്ന് പിന്നെ ഏരിയ സെക്രട്ടറി ആവും. ഏരിയ സെക്രട്ടറിയിൽ നിന്ന് പിന്നീട് അദ്ദേഹം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിഷയങ്ങളുണ്ടായപ്പോൾ അത് ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുകയും 9 മാസം ഇദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഒന്നും പ്രവർത്തിക്കാതിരിക്കുക. അതിനുശേഷം പിന്നീട് അദ്ദേഹം പാർട്ടിയോട് ചെന്ന് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റി, അവിടെ ഏരിയ കമ്മിറ്റിയിൽ നിർത്താൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജില്ലാ കമ്മിറ്റിയിൽ എടുത്തു വെക്കുകയാണ്. അങ്ങനെയാണ് പ്രശ്നങ്ങൾ പറഞ്ഞ് ഒത്തീർപ്പാക്കുന്നത്. ഇതിനകത്ത് വൈരനിരാധന വിദ്യയോട് കൂടിയാണ് അദ്ദേഹം പെരുമാറുന്നത്. ഇദ്ദേഹത്തിന് ഇപ്പോഴത്തെ ഒരു സമയത്ത് ഒരു ഇലക്ഷൻ സമയം ആയതുകൊണ്ട് ഇതിന് ഒരുപാട് മീഡിയ കവറേജൊക്കെ കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകം വരാൻ പോകുന്നുണ്ട്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു ചർച്ചയിൽ അദ്ദേഹത്തോട് നേർക്കുനേർ വെല്ലുവിളിച്ചതാണ്. താങ്കൾക്ക് എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ അവതരിപ്പിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തെളിവുകളെല്ലാം 29-ാം തീയതിത്തെ പുസ്തകത്തിനകത്ത് കാണും എന്നാണ് പറഞ്ഞത്. ഈ പറഞ്ഞതിന് നേരെ തിരിച്ച് നിങ്ങളിപ്പോൾ KK രാജകൃഷ്ണൻ്റെ ചോദിച്ചത്. എന്നിട്ട് ഞാൻ അവിടുത്തെ പാർട്ടി സഹാക്കളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ ഈ ധനരാജ് രക്തസാക്ഷി ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആർക്കും യാതൊരുവിധ പ്രശ്നങ്ങളും അവിടെയില്ല. 36 ലക്ഷം രൂപ ചിലവാക്കിയിട്ടാണ് ധനരാജിന് വീട് വെച്ച് കൊടുത്തത്, അദ്ദേഹത്തിൻ്റെ വൈഫിന് ജോലി കൊടുത്തത്, അതിനുശേഷം പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് ജനപ്രതിനിധിയാക്കിയത്, അദ്ദേഹത്തിൻ്റെ കേസ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്, ബാക്കിയുള്ള തുക പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസ്, ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉണ്ടാക്കാൻ വേണ്ടി ചെലവഴിച്ചത്, ഇതെല്ലാം വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അത് വീണ്ടും വീണ്ടും എടുത്തു പറഞ്ഞിട്ട് ഇദ്ദേഹം ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പൊതുസമൂഹത്തിൽ ഒന്നെന്ന് പറയേണ്ടുന്ന കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത്. 6-7 പ്രാവശ്യമാണ് CM സ്റ്റീഫൻ സ്മാരക ഫണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പിരിച്ചിട്ട് അവസാനം ഇടതുപക്ഷ അധികാരത്തിൽ വരുന്ന സമയത്താണ് കോൺഗ്രസ്സുകാരനായ CM സ്റ്റീഫൻ്റെ പേരിൽ അവിടുത്തെ മുനിസിപ്പൽ ലൈബ്രറി അല്ലെങ്കിൽ കോർപ്പറേഷൻ ലൈബ്രറി നാമകരണം ചെയ്യുന്നത്. അത് ഇടതുപക്ഷക്കാരാണ് ചെയ്യുന്നത്. അത് CM സ്റ്റീഫനോടുള്ള ആദരവിൻ്റെ ഭാഗമായിട്ടാണ്. കോൺഗ്രസ്സുകാർ 7 തവണയാണ് ഫണ്ട് പിരിച്ചത്. K കരുണാകരൻ സ്മാരകത്തിൻ്റെ പേര്, മുണ്ടക്കൈ ചൂരൽമല ഫണ്ട് വരും. ഇതൊക്കെ പൊതുസമൂഹത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഫണ്ട് വരും. ഇതെല്ലാം ഉള്ളപ്പോഴാണ് കോൺഗ്രസ്സുകാർ ഇവരെല്ലാം ഒരു കുറ്റവും ചെയ്യാത്ത ആളുകളാണ്, ഇങ്ങനെ ഒരു ഫണ്ട് തിരിമറിയും ചെയ്യാത്ത ആളുകളാണ്. ഇതിനകത്ത് കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾക്കെല്ലാം കൃത്യമായി മറുപടി പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹമാണ് പറയുന്നത് 17 ഏരിയ കമ്മിറ്റി മെമ്പർമാർ അദ്ദേഹത്തിന് അനുകൂലമായി നിന്നു. 17 ഏരിയ കമ്മിറ്റി മെമ്പർമാർ അനുകൂലമായി നിന്നെങ്കിൽ എങ്ങനെയാണ് ഇദ്ദേഹത്തിനെ പുറത്താക്കുന്നത്? എങ്ങനെയാണ് ഇദ്ദേഹത്തിനെ ഒഴിവാക്കുന്നത്? 17 പേര് ഇദ്ദേഹത്തിന് അനുകൂലമായി നിന്നു എന്നൊക്കെ നട്ടാക്കുരുക്കാത്ത നുണയാണ് വരുന്നത്. ഏഷ്യാനെറ്റിൻ്റെ സ്റ്റുഡിയോയിൽ വന്നിട്ട് നിങ്ങൾക്കറിയാമല്ലോ, കണ്ണൂർ ജില്ലയെന്ന് പറയുന്നത് CPMൻ്റെ ഏറ്റവും ശക്തമായ പ്രദേശമാണ്. ആ പ്രദേശത്താണ് RSSകാർ ഏറ്റവും കൂടുതൽ ആക്രമിച്ചിട്ടുള്ളത്. CPM സഹാക്കളെ വെട്ടിക്കൊന്നിട്ടുള്ളൊരു സ്ഥലമാണ്. RSSൻ്റെ ഒരു ചാനലിൽ രാജീവ് ചന്ദ്രശേഖർ CEO ആയിട്ടുള്ളൊരു ചാനലിൽ വന്നിരുന്നുണ്ട്. ഇദ്ദേഹം കൊടുക്കുന്ന ഒരു അഭിമുഖം, ആ അഭിമുഖത്തിന് വ്യക്തമായ താല്പര്യങ്ങളില്ലേ? ഞാൻ അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചാണ്. ഇതിനകത്തൊന്നും നമുക്ക് കൃത്യമായിട്ട് ചില കാര്യങ്ങളൊക്കെ വായിച്ചെടുക്കാനില്ല. ഇത് ആരുടെ അച്ചാരം മേടിച്ചുകൊണ്ടിട്ടാണ് ഇദ്ദേഹം കാണിക്കുന്നത്? അദ്ദേഹം അല്ലാതെ അങ്ങനെ ആണോ? ധനരാജ് ഫണ്ട് എത്ര കിട്ടിയെന്ന് ആർക്കും അറിയില്ല. എത്ര കിട്ടിയെന്നറിയില്ല, അത് വിശദീകരിക്കാനുള്ള ബാധ്യതയില്ല എന്നാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി പറയുന്നത്. കിട്ടിയതിന് കണക്ക് വേണം, 1. 2 കിട്ടിയ സമയത്ത് കണക്ക് വെക്കണം. വർഷങ്ങളിൽ എന്തുകൊണ്ട് വൈകി എന്ന ചോദ്യത്തിന് ഉത്തരവില്ല. അല്ലെങ്കിൽ എന്തുകൊണ്ട് എത്ര പൈസ കിട്ടി, അത് ആർക്ക് എത്ര കൊടുത്തു, എങ്ങോട്ട് എത്ര വക മാറ്റി എന്നതിന് വ്യക്തതയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം. രണ്ടാമത്തേത്, ആ ഫണ്ടിലെ തട്ടിപ്പ് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് വ്യാജ രസീത് ഉണ്ടാക്കി പണം പിരിച്ച കഥയടക്കം പറയാണ്. ആ പൈസയൊക്കെ എങ്ങോട്ടേക്ക് മാറ്റി, എവിടെയൊക്കെ പോയി, ആരൊക്കെ ചെലവാക്കി, അതിൻ്റെ വിശദാംശവും വ്യക്തതയും വേണ്ടേ? വ്യക്തമായിട്ടുള്ള കണക്കുകളാണ് ഏരിയ സമ്മേളനമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടി ഓഡിറ്റിന് വെക്കാറുണ്ട്. ഓഡിറ്റിന് വെക്കുന്നത് ആരെയാണ്? ഇതിൻ്റെ ഓഡിറ്റ് നടത്തുന്ന ആരെ വെച്ചിട്ടാണ്? NGO യൂണിയൻ്റെ അല്ലെങ്കിൽ ഈ ഓഡിറ്റ് രംഗത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന സഹാക്കളെ തന്നെയാണ് ഇതിൻ്റെ ഓഡിറ്റിങ്ങിന് വെക്കുന്നത്. അങ്ങനെ അവർ കൃത്യമായിട്ട് ഓഡിറ്റ് നടത്തിയതിന് ശേഷമാണ് ഇത് പാർട്ടി കമ്മിറ്റിയിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് ഇലക്ട്രൽ ബോണ്ടൊന്നുമില്ല, ജനങ്ങളുടെ നിന്ന് വാങ്ങുന്ന പൈസയേ ഉള്ളൂ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പോലെ BJP പോലെ ഇലക്ട്രൽ ബോണ്ട് മേടിച്ചിട്ട് ഇലക്ഷൻ മത്സരിക്കുന്ന ആളുകളൊന്നുമല്ല CPM എന്ന് പറഞ്ഞ പാർട്ടി. അല്ലെങ്കിൽ ഈ 30%
പിന്നെ ഈ കൈക്കൂലി മേടിച്ചിട്ട് അഴിമതി നടത്തിയിട്ട് അല്ല, ഓക്കെ, സമ്മതിച്ചു. ജനങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന പൈസ മാത്രമേ ഉള്ളൂ. അല്ല, ക്രൗഡ് ഫണ്ടിങ് പൈസ കൊണ്ടാണ് CPM റൺ ചെയ്യുന്നതെങ്കിൽ ജനങ്ങളോട് ആ നിലയ്ക്കുള്ള പ്രതിബദ്ധതയുണ്ടല്ലോ. ഇതിപ്പോ ഒരു വലിയ പുകമറ ഉയർന്നു വന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ പൈസ വാങ്ങിച്ച ജനങ്ങളോട് പറ, എത്ര കിട്ടിയെന്ന് പറ. എന്താ പറയാത്തെന്ന്? പറയേണ്ട ബാധ്യത ഇല്ലെന്ന് പറയുന്നത് എന്താണ്? ജനങ്ങളോട് പരമമായ ബാധ്യത ജനങ്ങളോടല്ലേ? അവരിൽ നിന്ന് പിരിച്ച പൈസ കൃത്യമായിട്ട് പാർട്ടി